സമയം ഇപ്പോൾ 8:30. ഞാൻ പറഞ്ഞില്ലായിരുന്നു ലൈറ്റ് കാണാൻ പോകുകയാണെന്നും. അതിനുവേണ്ടി ആദ്യമേ നമ്മൾക്ക് പെരുമ്പഴുതൂർ CSI ചർച്ചിലാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലപോലെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുൽക്കൂട് അത്യാവശ്യം തരക്കേടില്ലാതെ കണ്ടുകൊണ്ടിരിക്കാം, നൈസായിരുന്നു. ഞാൻ ഇത് പൊങ്ങുമുട്ടടുത്തുള്ളൊരു ചർച്ചിലായിരുന്നു. അത്യാവശ്യം നല്ലപോലെ ഗ്രാൻഡായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. വരണവർക്ക് കാണാനും ആസ്വദിക്കാനും കണക്കിന് നല്ലൊരു വർക്ക് തന്നെയായിരുന്നു. ഓരോ കൊച്ചു പിള്ളേർക്ക് ഒരു ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. വാട്ടർ ഡാൻസ്, പള്ളി അലങ്കരിച്ചിരിക്കുന്ന നാട അടിച്ചിരിക്കുന്നതായിരുന്നാലും എല്ലാം വളരെ നീറ്റായിരുന്നു. കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും അങ്ങനെ രീതിയിലുള്ളത്. ഇവരെ കുറേ പപ്പാനിയൊക്കെ സെറ്റാക്കി അവർ വെച്ചിട്ടുണ്ട്, നല്ല ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്ക് തന്നെയായിരുന്നു. അതും കണ്ടുകൊണ്ട് അടുത്ത് പിന്നെ പോണത് നേരെ തൊഴുക്കൽ ചർച്ചിലോട്ടാണ് പോകുന്നത്. അവിടെ വർക്കൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സെറ്റ് കാണാൻ ആ സ്റ്റാറിൻ്റെ ആ ഒരു ലുക്കൊക്കെ വേറെ ലെവലായിരുന്നു. നാളെ അടിച്ചിരിക്കുന്നതൊക്കെ നല്ലപോലെ നീറ്റായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട്. അവിടെ നിന്നിറങ്ങി ഞാൻ പോകുന്നത് അമരോളയിലേക്കാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും മെച്ചപ്പെടുത്തി ഈ വർഷം ചെയ്തിട്ടുണ്ട്. അമരോളയെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഏത് വർഷവും അവർക്ക് ഗ്രാൻഡ് തന്നെയാണ്. ഈ വർഷം കുറച്ചുകൂടെ നല്ലപോലെ അവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എൻട്രി ഗേറ്റ് തന്നെ വേറെ ലെവലായിരുന്നു. ചെന്ന് കയറിയപ്പോഴേ നല്ല ഒരു മുതുക്കൻ ട്രീയാണ് നമ്മൾ കണ്ടത്. ഒരു ക്രിസ്മസ് ട്രീ അടാറ് വേറെ ലെവലിൽ ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കണ്ട് അടുത്ത് നേരെ പോയി സെൽഫി പോയിന്റിലോട്ടാണ്. അകത്ത് കയറണമെങ്കിൽ 20 രൂപ കൊടുക്കണം. ഞാനും 20 രൂപ കൊടുത്ത് അകത്ത് കയറി. പക്ഷെ അകത്ത് കയറിയ നമ്മൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയാൽ നല്ലപോലെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് നേരെ ഫോട്ടോസ് എടുക്കാനായിരുന്നാലും വീഡിയോസ് എടുക്കാനായിരുന്നാലും പുറത്തുള്ള വ്യൂ കാണാനായിരുന്നാലും അകത്തുള്ള വ്യൂ കാണാനായിരുന്നാലും എല്ലാം വേറെ ലെവലായിരുന്നു. നടക്കാനുള്ള വഴിയായിരുന്നാലും ശരി തന്നെ, പോണ വഴിയും തിരിച്ചിറങ്ങുന്ന വഴിയെല്ലാം പക്ക നീറ്റായിരുന്നു. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അതിൻ്റെ അകത്ത് കയറിയ സുഖമായിട്ട്. കൊച്ചു പിള്ളേരെയും കൊണ്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഫാമിലിയായിട്ടൊക്കെ പോയി. പിന്നെ അതുവരെ കയറിയില്ലെന്ന് വെച്ച് എന്നെ കിട്ടിയെന്ന് ഞാനും വെറുതെ വിട്ടില്ല. ഡോൾഫിനെങ്കിൽ ഡോൾഫിൻ, ഒട്ടോയെങ്കിൽ ഒട്ടാം. ഞാനും കയറാൻ തോന്നുന്നു സെൽഫിയൊക്കെ എടുത്ത്. അങ്ങനെ ബാക്കി നിങ്ങൾ കണ്ടോളൂ, അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നും കണ്ടതെന്നും. അവിടെ പറഞ്ഞവർക്ക് ഇരിക്കാനൊക്കെ നല്ല സൗകര്യം അവരൊരുക്കിയിട്ടുണ്ട്. നല്ല ആംബിയൻസിൽ തന്നെ ഇരിക്കാം. ക്രിസ്മസ് നല്ല കാഴ്ചയും കണ്ട് ഇരിക്കണമെന്നുള്ളവർക്ക് നേരെ ഇവിടെ വന്നാൽ മതി. ഫാമിലിയായിട്ട് ഇവിടെ വന്ന് അടിച്ച് പൊളിക്കാം. ഇവരൊരു വഴി പോലും നല്ലപോലെ അലങ്കരിച്ചാണ് വെച്ചിരിക്കുന്നത്. എല്ലാവരും വെറുതെ നമ്മളെ പൊസിഷൻ മാത്രമല്ല, ഫുള്ള് ആ ഒരു ഗ്രൗണ്ട് മുഴുവൻ. പിന്നെ കൊച്ചുപിള്ളേർക്ക് ഉള്ള പ്ലേ സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്കെല്ലാം കഴിക്കണം തോന്നിയാലും ചെറിയ സ്നാക്സ് ഐറ്റംസ്. ഞാൻ ഇവിടെ നിന്ന് ഒരു അവിൽ മിൽക്ക് കുടിച്ചായിരുന്നു, ഫുള്ളായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ തന്നെ പെറ്റ് ഷോ ഉണ്ട്. പക്ഷേ പെറ്റ് ഷോയിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. ഗൂഗിൾ പേ വർക്കിംഗ് ആകത്തോണ്ട് എനിക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ ഇന്നത്തെ നമ്മളെ കാഴ്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. എല്ലാവരും വന്ന് കാണുക. ഇഷ്ടമായെങ്കിൽ പറയുക.